ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, എവിടെ നോക്കിയാലും അതേ കേൾക്കാനുള്ളൂ, എത്തനോൾ. അതിന്റെ ഗുണം അതിന്റെ ദോഷം എന്തൊക്കെ അല്ലേ? ഇപ്പോൾ ഈ വരുന്ന ഹയർ എത്തനോൾ പെട്രോളിന്റെ കമ്പാറ്റബിലിറ്റി ഈ വാഹനത്തിന് കൂട്ടാനായിട്ട് ഞങ്ങളുടെ ഈ 2010 മോഡൽ നിഞ്ച 250യുടെ ഫ്യൂവൽ പമ്പിൽ ഞങ്ങൾ ഒരു ചെറിയ പൊടിക്കൈ പ്രയോഗം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഒരുവിധം ഡിസ്മാൻഡിൽ ചെയ്ത് ക്ലീനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫ്യൂവൽ പമ്പ്സിൽ, അത് 2 വീലേഴ്സിൽ കൂടുതലും ഉണ്ടാവാറുണ്ട്. 4 വീലേഴ്സിൽ ചില മോഡൽസിലും ഡിസ്മാൻഡിൽ ചെയ്ത് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന പമ്പ്സിൽ ചെറിയ ഓറിങ്സ് വരാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 3 ഓറിങ്സ് കാണാം. ഈ ബ്ലാക്ക് ഓറിംഗ് ആണ്. ഈ ബ്ലാക്ക് കളറിലിരിക്കുന്ന മെറ്റീരിയലാണ് NBR എന്ന് പറയുന്നത്. ഗ്രീൻ എന്ന് പറയുന്ന HNBR, ഈ ബ്രൗൺ എന്ന് പറയുന്നത് FKM എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. ഈ 3 ഓറിങ്സിനും എത്തനോളിൻ്റെ ടോളറൻസ് 3 ലെവലിലാണ്. ബ്ലാക്ക് അതായത് NBR ഓറിങ്സിന് വളരെ ലോ ടോളറൻസും, ഗ്രീൻ HNBR ഓറിങ്സിന് മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ടോളറൻസും, ഈ ബ്രൗൺ കളറിൽ കാണുന്ന FKM അല്ലെങ്കിൽ വിറ്റോൺ ഓറിങ് എന്ന് പറയുന്ന മെറ്റീരിയൽ, വിറ്റോണിൽ ഉണ്ടാക്കിയ ഓറിങ്സിന് വെരി ഹൈ ടോളറൻസ് ആണ് എത്തനോൾ ഉള്ളത്. കാര്യം NBR നമുക്കിപ്പം നിലവിൽ 20% അപ് ടു 20% മിക്സിങ് വരുന്നുണ്ട്. അത്രയും എത്തനോൾ മിക്സിങ് NBR കാലക്രമേണ ഹാർഡായി പൊട്ടാനുള്ള ചാൻസ്, ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ ഈ കാണുന്ന ഗ്രീൻ കളർ ഓറിങ് HNBR എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫുൾ ഫോംസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മോഡറേറ്റ് ലെവൽ ടോളറൻസ് തരുന്നുണ്ട്. ഒരു പരിധി വരെ NBRനെക്കാട്ടിലും നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇതിലൊരു വെരി ഗുഡ് ഫിക്സ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ കളർ ഓറിങ് ആണ്. ഇത് ആക്ച്വലി കവാസാക്കി നിഞ്ചയുടെ ഫ്യൂൽ ഇഞ്ചക്ടർ ഓറിങ് ആണ്. ഇത് ഞങ്ങൾ പല ട്രയൽ ആൻഡ് എററിൽ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ഈ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിൽ വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഓറിങ്സ് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും ഈ വിറ്റോൺ അല്ലെങ്കിൽ FKM മോഡൽ മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ഓറിങ് നമ്മൾ ഈ കാവസാക്കി നിഞ്ച 250യുടെ ഫ്യൂൽ പമ്പ് ഇളക്കി ക്ലീൻ ചെയ്ത സമയത്ത് അതിനുള്ളിൽ ചെറിയൊരു NBR ഓറിങ് ഉണ്ടായിരുന്നു. സെയിം സൈസ് ആയിരുന്നു. ഞങ്ങളത് സ്വാപ്പ് ചെയ്തു. വിച്ച് മീൻസ് ഞങ്ങളുടെ ഫ്യൂൽ പമ്പിൻ്റെ ഒരു പാർട്ട് അപ് ടു 20% എത്തനോളോ കുറച്ച് കൂടിയാലും അത് ഒരുവിധം ടോളറൻ്റ് ആയി എന്നാണ് അർത്ഥം. സോ ദിസ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ഫിക്സ്. ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് ഫിക്സ് അല്ല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഈ ഒരു ഫിക്സ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ ഓറിങ്സ് എക്സ്പെൻസീവ് ആണ്, കിറ്റ്സായിട്ട് കിട്ടും. അത് ഓൺലൈനിൽ നോക്കുക. ഇതിലൊരു പ്രോബ്ലം അത് തന്നെയാണ്, അവൈലബിലിറ്റി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെഹിക്കിളിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ടോട്ടൽ ബോഡിയിലെയും ഇഞ്ചക്ടറിൻ്റെയും ഇടയിൽ വരുന്ന ഓറിങ് ഒരെണ്ണം അവൈലബിൾ ആണ്. അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിൽ വാങ്ങി നോക്കുക. ഫ്യൂൽ പമ്പിലുള്ള ഓറിങ്ങുമായിട്ട് സൈസ് നോക്കുക. അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ കൺസിഡർ ദിസ്. യുവർ ഫ്യൂൽ പമ്പ് വിൽ ബി എ ബിറ്റ് മോർ എത്തനോൾ tolerant if you do this.